యోగ అభ్యాసకుడు పాల్గొని సరికొత్త. ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിരുന്നു. ഇന്ത്യയുടെ PM ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികളെല്ലാം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് 3 മണിയായപ്പോൾ തന്നെ സ്ഥലത്തെത്തി. പരിപാടി തുടങ്ങുന്നത് 6 മണിക്കായിരുന്നു. എങ്കിലും ഇത്രയും ആളുകളെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഏകദേശം 3 ലക്ഷം ആളുകളുണ്ടായിരുന്നു ഈ ചടങ്ങിൽ. അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റും പിന്നെ യോഗയ്ക്ക് വേണ്ടിയുള്ള ടീഷർട്ടും അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവിടുന്ന് ബസ്സുകളിലായി RK ബീച്ചിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. ഈ സ്റ്റേറ്റിലുള്ള അത്യാവശ്യം സ്കൂൾ ബസ്സുകളും സ്റ്റേറ്റ് ബസ്സുകളും എല്ലാം ഇന്ന് വിശാഖപട്ടണത്ത് ഉണ്ട് എന്ന് തോന്നുന്നു. ഐ കാർഡുകളൊക്കെ തലേദിവസം തന്നെ ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. രജിസ്ട്രേഷനൊക്കെ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു കേട്ടോ. നമ്മൾ ചെന്ന് കയറുന്നത് RK ബീച്ചിലേക്കാണ് കേട്ടോ. നല്ല കടൽക്കാറ്റ് വരുന്നുണ്ട്. ഹായ്, നല്ല രസം. രാവിലത്തെ പ്രഭാതത്തിൽ കടലിനോട് ചേർന്നിരിക്കുന്ന സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ യോഗ ചെയ്യുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. 3 ലക്ഷം ആളുകളെ ഒന്നിച്ച് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കേട്ടോ. നമ്മൾ കണ്ടതല്ലേ ഇവിടെ ബാംഗ്ലൂരൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇത്രയും ആളുകൾ ഒന്നിച്ച് വരുമ്പോൾ. പക്ഷേ ഇവിടെ നല്ല അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ഓരോരുത്തർക്കുമുള്ള സ്ഥലങ്ങൾ നേരത്തെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ നടക്കുന്നത് കേട്ടോ. RK ബീച്ചും അതിനോട് ചേർന്നുള്ള റോഡുകളുമായിരുന്നു കേട്ടോ ഇതിനായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. ബീച്ചിനടുത്തോടെയുള്ള രാവിലത്തെ നടത്തെന്ന് പറയുന്നത് ഒരു പ്രത്യേക എനർജി തന്നെ നമുക്ക് ചെയ്യും കേട്ടോ. നമ്മൾ ഈ 2 മണിക്ക് എഴുന്നേറ്റ് ക്ഷീണം എല്ലാം നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ തന്നെ അങ്ങ് മാറിയ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു നഷ്ടമായി പോകാനെന്ന് തോന്നുന്ന വിധത്തിലുള്ള അറേഞ്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇവിടെ. രാവിലെ ഏറ്റവും വന്നതിൻ്റെ ക്ഷീണം കൊണ്ടാണെന്ന് തോന്നുന്നു. പകുതിപ്പേര് ഇപ്പോഴേ ശവാസനം തുടങ്ങി കേട്ടോ. കിടക്കണ കിടപ്പ് കണ്ടോ, വെട്ടിയിട്ട് ബായ് കഷ്ണങ്ങൾ പോലെ. സ്റ്റേജിൽ നമ്മൾ ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജിൽ നടക്കുന്ന പ്രോഗ്രാം കാണിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഡിസ്പ്ലേകൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് 8 മണി വരെ കിടന്നുറങ്ങാം. പക്ഷേ കുറച്ച് എഫേർട്ടൊക്കെ എടുത്ത് ഇത്രയും വലിയൊരു ചടങ്ങിൽ ഗിന്നസ് റെക്കോർഡിൽ പേര് വരുന്നൊരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു അഭിമാനം തന്നെയാണ്. ഇന്ത്യൻ നേവിയുടെ പടക്കപ്പലുകൾ അതിൻ്റെ ശക്തി വിളിച്ചോതിക്കൊണ്ട് തീരത്തോടടുത്ത് നങ്കൂരം മുട്ടി നിർത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഗിന്നസ് ബുക്കിൽ പേര് വന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു അഭിമാനമുള്ള നിമിഷം തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു നഷ്ടമായി പോയെന്ന് തോന്നി കേട്ടോ. കാരണം ഇതൊരു വേറെ ഒരു രസമുള്ള കാഴ്ച തന്നെയായിരുന്നു. എന്ത് പറഞ്ഞാലും ഈ സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ കറക്റ്റായിട്ടുള്ള സ്ഥലമാണ് ഇതിനായിട്ട് തിരഞ്ഞെടുത്തതെന്ന് എനിക്ക് തോന്നി. ഇതിനെല്ലാം അവസാനം ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ് തൊട്ട് നിൽക്കുന്ന യോഗയും ആയുർവേദവും എല്ലാം ആകർഷിക്കുന്നത് പലപ്പോഴും വിദേശികളെയാണെന്ന് തോന്നാറുണ്ട്. നമ്മളുടെ യുവജനങ്ങളിലേക്കും നമ്മുടെ പൗരന്മാരിലേക്കും ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എത്തിക്കാൻ ഇതുപോലെയുള്ള ചടങ്ങുകൾ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്.